പുതിയ പ്രമോ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ടോ? നെവിൻ്റെ കഥ എന്തായാലും തീരാറായിട്ടുണ്ട്. ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തെന്ന് പറഞ്ഞ പോലെയാണ് നെവിൻ്റെ കട്ടായങ്ങൾ. ഞാൻ പറയാമെന്ന് നമ്മുടെ ഷാനവാസായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ പ്രമോയിൽ കണ്ട അനിമോളുമായിട്ടുള്ള വെള്ളത്തിൻ്റെ ബഹളം. ആ ബെഡിലാണ് ഒരു പാത്രം നിറയെ വെള്ളം കൊണ്ടുവന്ന് നമ്മുടെ നെവിൻ ഒഴിച്ചിരിക്കുന്നത്. ആഹാ, അടിപൊളി. എന്തായാലും ഇതിൽ അനിമോൾ പ്രകോപിപ്പിച്ചിട്ടാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ നെവിന് ലാലേട്ടൻ്റെ ഇതിന് രക്ഷപ്പെടാൻ എന്തായാലും പറ്റില്ല. പ്രേക്ഷകർ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എന്തായാലും മണ്ടന്മാരൊന്നുമല്ല. ഷാനവാസുമായിട്ട് രാവിലെ ഒരു ഇടിയുണ്ടായിരുന്നു. അപ്പം നെവിൻ ആരെ വേണേലും എന്ത് വേണേലും വിളിക്കാം, കുലപുരുഷനെന്നോ കുലസ്ത്രീയെന്നോ. തിരിച്ച് വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതാണ് തെറ്റ്. അപ്പോൾ ലാലേട്ടൻ ഈ കാണിക്കുന്നതൊന്നും ഞങ്ങൾ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നെവിൻ എന്തായാലും ഈ ആഴ്ച ഔട്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നെവിൻ ആകെ അറിയാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മോഷ്ടിക്കുക. രണ്ടാമത്തെ, മറ്റുള്ളവരെ അസംബന്ധ പേരുകൾ വിളിക്കുക. ആരെങ്കിലും തിരിച്ച് നെവിനെ പെണ്ണാച്ചിന്നോ അങ്ങനെയൊന്നും നെവിനെ വിളിക്കാനായിട്ട് മാത്രം കൾച്ചറില്ലാത്ത ആരും അവിടെ ബിഗ് ബോസ് ഹൗസിലില്ല എന്തായാലും. അപ്പോൾ ഇതെന്തായാലും ഇത് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതൊരു പ്രോപ്പർട്ടി ഡാമേജും കൂടെയാണ്. ഒരു പാത്രം നിറയെ വെള്ളമാണ് ബെഡിലെടുത്ത് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഷാനവാസിൻ്റെ അടുക്കൽ രാവിലെ ഒന്ന് ചൊറിയാൻ പോയിട്ട് നടന്നൊന്നുമില്ല. ഷാനവാസ് തിരിച്ച് തന്തക്ക് വിളിച്ചെന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്തായാലും പ്രൊമോയിലില്ല. ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ ഷാനവാസിനെ ആയിരിക്കും ലാലേട്ടൻ കൂടുതൽ പൊരിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു വെള്ള കേസിൽ നിന്ന് എന്തായാലും നെവിനെ ഊരാൻ പറ്റത്തില്ല. അഥവാ ലാലേട്ടൻ ഇനി നെവിനെ സംരക്ഷിച്ചാൽ നമ്മൾ പ്രേക്ഷകർ വോട്ട് ഒട്ടും ചെയ്യാതെ നെവിനെ പറഞ്ഞു വിടണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യം നെവിൻ്റെ തമാശകളൊക്കെ നമ്മളെല്ലാവരും ഫണ്ണി ആയിട്ട് തന്നെയായിരുന്നു എടുത്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടിപ്പോകുന്നു. നമ്മൾ പറയുകയും ചെയ്ത് മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്തില്ലെങ്കിൽ രണ്ടാളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല. അപ്പോൾ എല്ലാവരും നെവിനെ വോട്ട് ചെയ്യാതെ നെവിനെ പറഞ്ഞു വിടണം. ഇതിന് തക്കതായൊരു ശിക്ഷ തന്നെ നെവിനെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എന്തായാലും ലാലേട്ടൻ തലോടി വിടുന്നതിൻ്റെ കുഴപ്പമാണ് ഈ നെവിൻ കാണിക്കുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ഈ ആഴ്ച നമുക്കെല്ലാം കണ്ടറിയാം അല്ലേ ഗൈസ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച് ഗൈസ്.